ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വി എൻ എഡിറ്റിംഗ് ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വി എൻ ആപ്പിൻ്റെ ഫീച്ചേഴ്സ്, അതെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ടൂൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊബൈൽ ഒരു പ്രൊഫഷണലായിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പാണ് വി എൻ ആപ്പ്. അതുമാത്രമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് വാട്ടർമാർക്കൊന്നും കൂടാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് വി എൻ ആപ്പ്. അപ്പോൾ ബിഗിനേഴ്സ് മുതൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ വരെ യൂസ് ചെയ്യുന്ന നല്ലൊരു ആപ്പാണ് വി എൻ ആപ്പ്. അപ്പോൾ നിങ്ങൾക്കും വി എൻ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വി എൻ ആപ്പിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, വി എൻ ആപ്പിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് വി എൻ ആപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത് വി എൻ ആപ്പിൻ്റെ ഹോം പേജ് ആയിരിക്കും. സോ വി എൻ ആപ്പിൻ്റെ ഹോം പേജിലായിട്ട് ന്യൂ പ്രോജക്റ്റ്, ഡ്രാഫ്റ്റ്, സെറ്റിങ്സ്, സെർച്ച്, പിന്നെ ട്യൂട്ടോറിയൽ, ഇത്രയുമായിരിക്കും നമ്മുടെ ഹോം പേജിൽ ഫസ്റ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഹോം പേജ് വന്നിട്ട് നമ്മൾ വി എൻ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജ് ഈ ഒരു ടൈപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ ആയിരിക്കും എല്ലാ ഡീറ്റെയിൽസ് കാണുന്നത്. ഫസ്റ്റ് ഹോം പേജിൽ സെർച്ച്, ട്യൂട്ടോറിയൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സ്, ഡ്രാഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമുക്ക് ഓരോ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഡിഫോൾട്ട് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് ഹാഫിൽ വെച്ച് നിർത്തി, അതല്ലെങ്കിൽ നമ്മൾ പിന്നെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സേവ് ചെയ്യാണ്ട് പോകുന്ന വീഡിയോസ് ആയിരിക്കും ഈ ഡിഫോൾട്ടിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സേവ് ചെയ്യാതിരുന്ന എല്ലാ വീഡിയോസും ഡിഫോൾട്ടിൽ തന്നെ കിടക്കുന്നതാണ്. അതല്ലെങ്കിൽ ചിലവർക്ക് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എഗെയിൻ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കാണുന്നത് സെർച്ച് ബാർ നമുക്ക് ഒത്തിരി ടെംപ്ലേറ്റ്സ് ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൻ്റെ തമ്മയിൽ പോലത്തത്, അതല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, ഇങ്ങനെ ഒത്തിരി വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ കാണുന്നത്. അപ്പോൾ നമുക്കതിൽ ചിലത് നമുക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് അത്രയ്ക്കും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ടെംപ്ലേറ്റും ഡിസൈൻസും മോഡൽസൊക്കെ അതിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു സെർച്ച് മെത്തേഡിലുണ്ടാകുന്നത്. ഈ സെർച്ചിൽ പിന്നെ നമ്മൾ സ്കാൻ ചെയ്ത് QR കോഡ്, നമ്മൾ ചില ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില വി എന്നോടെ ടെംപ്ലേറ്റ്സുകൾ സ്കാൻ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന QR കോഡ് അതിൽ ആഡ് ചെയ്തിരിക്കും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നമുക്കിത് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സെർച്ച് ബാറിൻ്റെ സൈഡിലായിട്ട് തന്നെ സ്കാൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്കാൻ ചെയ്യുന്ന അവിടെ നമ്മൾ ഈ QR കോഡ് വയ്ക്കുമ്പോഴേക്കും ആ സെയിം വീഡിയോ നമുക്കിവിടെ വി എന്നിൽ തന്നെ ഡിസ്പ്ലേ ആവുന്നതാണ്. അതിൻ്റെ താഴെ ഡൗൺലോഡ് ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു മെത്തേഡ് നമുക്കിതിൽ ഈ സെർച്ച് ബാറിലൂടെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സെയിം വീഡിയോയുടെ ടെംപ്ലേറ്റോടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണ് ആഡ് ചെയ്യാനായിട്ട് വരുന്നത്, സോ നമുക്ക് ആ ഫോട്ടോസൊക്കെ നമുക്കവിടെ ആഡ് ചെയ്ത് ആ ടെംപ്ലേറ്റ് നമുക്ക് ആ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് വേറെ ഒന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിൽ ടെക്സ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട്. ആ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് അവിടെ എന്താണോ ടൈപ്പ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, സോ അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് അവർ കൊടുത്തിരുന്ന ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിനും ഡിഫറെൻറ്റ് മോഡൽസ് നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ സെർച്ച് ബാർ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സെർച്ച് ബാറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫിൻ്റെ ടെംപ്ലേറ്റുകളും വീഡിയോസ്, മോഡൽസൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് QR കോഡ് വെച്ചും നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായി അത് സേവ് ആവുന്നതുമാണ്. നെക്സ്റ്റ് ഹോം പേജിൽ കാണുന്ന ഒരു ഓപ്ഷൻ ട്യൂട്ടോറിയൽ ആയിരിക്കും. നമുക്ക് വി എന്നിൻ്റെ എല്ലാ ടൈപ്സും അവിടെ നമ്മൾ എങ്ങനെയാണോ ചെയ്യാനുള്ളത് അതിലൊരു വീഡിയോ ആയിരിക്കും അതിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹൗ ടു യൂസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അതല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ്, ഷെയർ ആൻഡ് ബെസ്റ്റ് ക്ലിപ്സ്, അങ്ങനെ ഒത്തിരി വീഡിയോസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ വി എൻ യൂസ് ചെയ്യുന്ന ഓരോ സെറ്റിങ്സും അതിൻ്റെ വീഡിയോസുകളായിരിക്കും അവിടെ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വി എൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് കാണുന്നത് വി എന്നിൻ്റെ പ്രൊവേഷൻ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ അത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാത്തതിന് ഒത്തിരി നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ്സും മോഡൽസ് എല്ലാം അതിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് മതി എന്നുള്ളവർക്ക് ഇത് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്കല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്താലും അതിൽ വാട്ടർമാർക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആ ഒരു മെത്തേഡ് വേണമെന്നുള്ളവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അല്ല, പേയ്മെൻറ്റ് പ്രൊവേഷൻ വേണമെന്നുള്ളവർക്ക് പ്രൊവേഷൻ ഈ പേയ്മെൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്.
അടുത്ത ഓപ്ഷൻ വന്നിട്ട് സെറ്റിങ്സ് ആണ്. VNൻ്റെ നമ്മുടെ പ്രൊഫൈലിൻ്റെ സെറ്റിങ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ് ടൂൾസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് എൻ്റെ ഒരു വീഡിയോയിലോട്ട് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് ഐക്കണിൽ കൊടുത്തിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ നമുക്ക് VNലോട്ട് ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. സോ ഇൻപുട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റായിട്ട് എടുക്കുന്ന ഓപ്ഷൻ ട്രിമ്മിങ് ഓപ്ഷനാണ്. ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഓപ്ഷൻ ട്രിമ്മിങ് തന്നെയാണ്. നമുക്ക് ഒരു വീഡിയോയിൽ ഏതൊക്കെ പാർട്ടാണോ വേണ്ടത് അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാം നമുക്ക് ഈ ട്രിമ്മിങ് വഴി റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പാർട്ടാണോ വേണ്ടത് ആ പാർട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് പ്ലേ ചെയ്യാവുന്നതാണ്. സോ ഈ ട്രിമ്മിങ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ഒറിജിനൽ സ്പീഡ് അതല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മൾ ട്രിമ്മിങ് ചെയ്യുന്നത്. ട്രിമ്മിങ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു പോർഷൻ വെച്ചിട്ട് നമുക്കത് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത പാർട്ടിനെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ഔട്ട് ചെയ്യാനും സാധിക്കും. നമുക്ക് ഏത് പ്ലേസിലോട്ടാണോ മൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് ആ പ്ലേസിലോട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മാറ്റാനും ഇത് വളരെയധികം ഈസിയാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് നമുക്ക് ട്രിമ്മിങ്ങിനും സ്പ്ലിറ്റപ്പിനും ചെയ്യാൻ പറ്റുന്നത്, സ്പ്ലിറ്റിനും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് രണ്ടും നമ്മൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സ്പീഡ് കൺട്രോളാണ്. VN ആപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് സ്പീഡ് കൺട്രോൾ. സ്ലോ മോഷൻ, ഫാസ്റ്റ് മോഷൻ രണ്ടും നമുക്കിവിടെ വളരെ ഈസി ആയിട്ടും സ്മൂത്തായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കർവ് സ്പീഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സിനിമാറ്റിക് സ്ലോ മോഷനും എഫക്ട്സും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്മളിപ്പോൾ വീഡിയോസ് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വീഡിയോസിൽ നമുക്കത് സ്ലോ മോഷൻ ആഡ് ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് VNൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പീഡ് കൺട്രോൾ മെത്തേഡും വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് VNൽ. നെക്സ്റ്റ് ഓപ്ഷൻ ഫിൽറ്റേഴ്സാണ്. ഫിൽറ്റേഴ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മോഡ് ഫിൽറ്ററാണോ വേണ്ടത് ആ ഫിൽറ്റേഴ്സെല്ലാം നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് മാനുവലായിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ബ്രൈറ്റ്നസ്, എക്സ്പോഷൻ, കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ ഇങ്ങനത്തെ തരത്തിലെല്ലാം നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മാനുവലായിട്ട് എല്ലാ തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിൽറ്റർ ചെയ്യേണ്ട ഓപ്ഷനും നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് VN ആപ്പിൽ. നെക്സ്റ്റ് ഓപ്ഷൻ ട്രാൻസിഷൻ ആണ്. അപ്പോൾ രണ്ട് ക്ലിപ്സിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസിഷൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യാം, ഫേഡ്, സൂം ഔട്ട് ഇങ്ങനത്തെ കുറേ ട്രാൻസിഷൻ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട്, അല്ലാണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണതുമുണ്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെക്കാട്ടിൽ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മ്യൂസിക് ആൻഡ് വോയിസ് ഓവേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ VNൽ ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് അവരവിടെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ടൈപ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ വ്ളോഗാണ് എടുത്തിട്ടുള്ളത്. ആ വ്ളോഗിൻ്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും എത്ര വീഡിയോസിൻ്റെ നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഡൈനാമിക് നോക്കിയാൽ 36 നമ്പേഴ്സ് ഉണ്ട്. അതേപോലെ നെക്സ്റ്റ് നമ്മൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ടൈപ്സ് നമ്പർ എത്ര വീഡിയോസാണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്, ലിസ്റ്റ് എത്ര നമ്പേഴ്സ് ഉള്ളത് അതെല്ലാം അവരോട് ഡിസ്പ്ലേ കൊടുത്തിരിക്കും. അതെല്ലാം നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള വോയിസ് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസ് അതിൽ മ്യൂസിക് അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ആഡ് ഫയലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സോ ഫയലിൽ പോയിട്ട് നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് ഡൺ കൊടുത്ത് നമുക്ക് അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിലോട്ട് നമ്മൾ വീഡിയോ സേവ് ചെയ്യാവുന്നതാണ്. സോ അതിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മളുടെ ഫയലിലുള്ള സോങ്സ് എല്ലാം ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമുക്കിപ്പോൾ വീഡിയോയിലുള്ള സോങ്സ് ആണ് വേണ്ടതെങ്കിൽ ഈ സെയിം മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഡയറക്റ്റ് ഗാലറിയിലോട്ടുള്ള വീഡിയോസിൻ്റെ സൗണ്ട്സ് നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതെല്ലാം നമുക്ക് എന്തെങ്കിലും എഫക്ട്സിൻ്റെ സൗണ്ട്സ് ആണ് ഇതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഒത്തിരി ഡിഫറെൻറ്റ് എഫക്ട്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫണ്ണി ആണെങ്കിൽ അങ്ങനെ കാർട്ടൂൺസ് അതെല്ലാം ഫ്ലൈറ്റ്, മെഷീൻസ് ഇങ്ങനത്തെ കുറേ ടൈപ്സ് ഓഫ് എഫക്ട്സിൻ്റെ സൗണ്ട്സും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് ആ സൗണ്ട്സ് നമുക്ക് അതിൽ നിന്ന് ഇൻപുട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വോയിസ് ഓവർ ചെയ്യാൻ ഇതിൽ സാധിക്കും. വോയിസ് ഓവറിൻ്റെ മൈക്ക് ഓൺ ചെയ്തതിന് ശേഷം അതിലൊന്ന് ഹോൾഡ് പ്രസ് ചെയ്താൽ മതി. നമുക്ക് എന്നിട്ട് വോയിസ് നമുക്ക് എന്താണോ നമുക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് വോയിസ് ഓവർ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നമ്മൾ ചെയ്ത വോയിസ് നമുക്ക് ഇടയിൽ വെച്ച് ട്രിം ചെയ്യണം അല്ലെങ്കിൽ അത് ഇടയിൽ വെച്ച് കട്ട് ചെയ്യണം, റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാനായിട്ട് VN ആപ്പിലൂടെ സാധിക്കുന്നതാണ്.
അതുമാത്രമല്ല നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അതിൻ്റെ വോളിയം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഫെയ്ഡ് ഇൻ അല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഓഡിയോസിൻ്റെ ഓപ്ഷൻസ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് ടൈപ്സ് അനുസരിച്ച് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മുടെ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് വളരെ അധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈലും ഡിസൈൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിതിൽ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ടൈറ്റിൽസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ക്യാപ്ഷൻസ് ആഡ് ചെയ്യാം, ഡിഫറെൻറ്റ് ഫോണ്ട്, ആനിമേഷൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് സ്റ്റൈൽ എല്ലാം ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് റീൽസ് അല്ലെങ്കിൽ ഷോർട്സിൻ്റെ വീഡിയോസിനൊക്കെ ഉള്ള നമുക്ക് ക്യാപ്ഷൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്മൂത്തായിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനും വളരെയധികം യൂസ്ഫുള്ളാണ് നമുക്കിതിൽ. അല്ലെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, കളർ ചേഞ്ച് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ഏതെങ്കിലും ഒരു ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. VNലെ അടുത്ത ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ റേഷ്യോസ്. അപ്പോൾ നമുക്കതിൽ എല്ലാ ആപ്പിലും ഉള്ളതുപോലെ തന്നെ ഡിഫറെൻറ്റ് റേഷ്യോസ് അതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബ് ലോങ് വീഡിയോസിൻ്റെ റേഷ്യോ, അതല്ല എങ്കിൽ ഷോർട്സിൻ്റെത്, ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ റേഷ്യോസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ പിക്കിലും അല്ലെങ്കിൽ ഓരോ ക്ലിക്കിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റേഷ്യോസ് എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഓവർലെയർ. സോ എത്ര ഓവർലെയേഴ്സ് വേണമെങ്കിലും നമുക്കിതിൽ VNൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓവർലെയിൽ നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യണമെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യും. സോ അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഇതിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് എക്സ്പോർട്ടിംഗ് സെക്ഷൻ. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ല ഓട്ടോ ടൈപ്പിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ മാനുവൽ ടൈപ്പ് ആണെങ്കിൽ നമുക്കതിൻ്റെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് മാനുവലായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർമാർക്ക് ഉണ്ടാവില്ല. മറ്റേ ആപ്പുകളിലെല്ലാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ VNൽ അങ്ങനെയല്ല, നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാണ്ട് തന്നെ നമുക്ക് വീഡിയോസിലെല്ലാം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് VNൽ. ഓവറോൾ നോക്കുകയാണെങ്കിൽ VN ആപ്പ് ഒരു കംപ്ലീറ്റ്ലി ഫ്രീ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ഈസിയായിട്ട് നമുക്കിത് ലേൺ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ എഡിറ്റിംഗ് ആയിട്ട് നമുക്ക് മൊബൈൽസിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് VN ആപ്പ്. അപ്പോൾ നിങ്ങൾ VN യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേറെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. VN ആപ്പിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് മെത്തേഡ്സ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള എഡിറ്റിംഗ് മെത്തേഡൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫീച്ചേഴ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു ഉള്ളത് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ VN ആപ്പിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ നല്ല ഇൻഫർമേഷൻ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസിലിടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.